السلام عليكم ورحمة الله وبركاته. الحمد لله الذي أفاض على عباده النعمة وكتب على نفسه الرحمة، ونشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ومولانا محمدا عبده ورسوله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن نريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا، والباقيات الصالحات خير عند ربك ثوابا وخير أملا. صدق الله مولانا العظيم. പരമകാരുണികനും പരമദയാലവും പരമാധിപതിയും പരമാധിനാഥനുമായ പടച്ചറബ് നമ്മുടെയും നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മുടെ അയൽപക്കക്കാർ, കുടുംബാദികൾ, സ്വന്തക്കാർ, മൺമറഞ്ഞു പോയ എല്ലാവർക്കും അവരുടെ എല്ലാം ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളെയും അവൻ്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സും ശിഷ്ട ജീവിതം പടച്ചറബിന് ഇഷ്ടപ്പെട്ട രീതിയിലും പൊരുത്തപ്പെട്ട രീതിയിലും ജീവിക്കുവാനും മാനസികമായ കടമകൾ നിർവഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുവാറാകട്ടെ. പരിശുദ്ധമായ ഭവനത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സുദിനത്തിൽ നമ്മെ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടിയതുപോലെ നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിപ്പിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് നവംബർ 14 ഇന്ത്യയിൽ ശിശുദിനം ആചരിക്കപ്പെടുന്ന ദിവസമാണ്. എല്ലാ രാജ്യങ്ങളിലും ശിശുദിനം ആചരിക്കുവാനായി ഓരോ ദിനങ്ങൾ അവർ തിരഞ്ഞെടുക്കാറുണ്ട്. ആ രാജ്യത്തിൻ്റെ പരമോന്നത പീഠത്തിലിരിക്കുന്ന ആളുകൾ, അധികാരമുള്ളവർ അങ്ങനെ ഒരു ഡേറ്റ് തിരഞ്ഞെടുക്കാറുണ്ട്. നവംബർ 14 എന്ന് പറയുന്ന ഡേറ്റ് ഇന്ത്യയിലുള്ളവർക്ക് ശിശുദിനം ആചരിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഡേറ്റാണ്. സത്യത്തിൽ വേൾഡ് ചിൽഡ്രൻസ് ഡേ, ഇന്റർനാഷണൽ, അതായത് വേൾഡ്, ലോകത്തിലാകമാനം ശിശുദിനം ആചരിക്കപ്പെടേണ്ടത് നവംബർ 20 നവംബർ 14 ഇന്ത്യയിലും അതുപോലെ നവംബർ 20 വേൾഡ് ആകമാനം ലോകമെമ്പാടും ആചരിക്കപ്പെടേണ്ട ദിനമാണ് ചിൽഡ്രൻസ് ഡേ എന്നത്. ശിശുക്കൾക്കായി, നമ്മുടെ പൊന്നുമക്കൾക്കായി ഒരു ദിനം.
ഈ നവംബർ 14 ഇങ്ങനെ ആചരിക്കപ്പെടുന്നത് എന്തിനാണ് എന്ന് പലർക്കും അറിയാത്തവരുണ്ട്. ഇന്ന് പലരുടെയും മക്കള് അംഗൻവാടിയിലേക്കും അതുപോലെ സ്കൂളിലേക്കെല്ലാം പോയത് വെള്ള ഉടുപ്പെല്ലാം ധരിച്ചാണ്. ഒരു റോസ് പൂ പോക്കറ്റിന്റെ അവിടെ കുത്തി കൊടുക്കും. മറ്റുള്ളവർ ചെയ്യുന്നു, നമ്മളും ചെയ്യുന്നു. അവൻ പാടുന്നു, കൂടെ പാടുന്നു. എന്നാലും കൃത്യമായി ഒരു രാജ്യത്തിൽ ജീവിക്കുമ്പോൾ അതിലെ നിയമങ്ങളും അതിലെ വ്യവസ്ഥകളും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ പറഞ്ഞയക്കുമ്പോൾ ഈ കുത്തി കൊടുത്തു വിടുമ്പോൾ ഈ മക്കളും എല്ലാം ചോദിച്ചാൽ നമ്മൾ പെട്ടും പോകും. എന്തിനാ വാപ്പി ഇതുപോലെ എനിക്ക് കുത്തിത്തരുന്നത്, ഇങ്ങനെ വെള്ളം പിടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പപ്പമാടിക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ത്യയിലെ പ്രധാനമന്ത്രി, ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു എന്ന് നമുക്കറിയാം. അദ്ദേഹം ജനിച്ച ദിവസമാണ് നവംബർ 14. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞ 1964 മുതലാണ് ശിശുദിനം ഇന്ത്യയിൽ നവംബർ 14 ആചരിക്കാൻ തുടങ്ങുന്നത്. അദ്ദേഹം ജനിച്ച ദിനമാണ്. മറ്റൊന്ന്, അദ്ദേഹത്തിന് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു. കുട്ടികൾക്ക് ആ ദിവസം വെള്ള വസ്ത്രം ധരിപ്പിച്ചു വിടുന്നത്. സൗന്ദര്യത്തിന്റെ ഉടമകളാണ് കുട്ടികൾ. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞു മക്കള് അവരെപ്പോഴും ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ആളുകളാണ്. അവരെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് മനസ്സലിവുള്ള ഒരാൾക്ക്, ആർദ്രതയുള്ള ഒരാൾക്ക്, കരുണയുള്ള ഒരാൾക്ക് അവരോട് കാരുണ്യത്തിന്റെ വാക്കുകൾ മാത്രമേ പറയുവാനുണ്ടാവുകയുള്ളൂ. അപ്പോൾ നവംബർ 14 അങ്ങനെ കുട്ടികളെ വെള്ള ഉടുപ്പ് ധരിപ്പിച്ച് അങ്ങനെ റോസാപ്പൂ പോക്കറ്റിന്റെ ഭാഗത്ത് കുത്തി നമ്മൾ വിടും. ഒരു സൗന്ദര്യത്തിന്റെയും അതുപോലെ ഐക്യത്തിന്റെയും ഒക്കെ അടയാളമായി അതിനെ കണക്കാക്കപ്പെടുന്നു. കാരണം പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ഏതുമാകട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരുന്നു. എന്തൊക്കെയാണെങ്കിലും അവരെ നോക്കിയിട്ട് നമുക്ക് കുട്ടികളെ സ്നേഹിക്കണമെന്ന് നാം പഠിക്കേണ്ട. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ കുട്ടികളെ സ്നേഹിക്കണം, അവരോട് എങ്ങനെ പെരുമാറണം, അവരുമായി എങ്ങനെ ഇടപെടണമെന്നൊക്കെ നമുക്ക് കൃത്യമായ നിലയിൽ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു നൽകി. മറ്റാരെയും നാം എടുത്തു പറയേണ്ട ആവശ്യമല്ലല്ലോ. നമ്മുടെ ഉമ്മത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടികളോട് സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ വിശുദ്ധമായ ഒരു ആയത്താണ് ഞാൻ ഓതി വെച്ചത്. അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബാഖിയാത്തു സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ വ ഖൈറുൻ അമല. സമ്പത്തും അതുപോലെ മക്കളും. അൽ ബനൂൻ എന്നതിന് ചില ഹദീസിന്റെ ഗ്രന്ഥകർത്താക്കന്മാർ അതിന് അർത്ഥം വെക്കുന്നത് ആൺകുട്ടികളെന്നാണ്. അൽ മാലു സമ്പത്തും അതുപോലെ ആൺകുട്ടികളും സീനത്തുൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ ഭംഗിയിൽപ്പെട്ട, ദുനിയാവിലെ അതിലെ സൗന്ദര്യങ്ങളിൽപ്പെട്ട വസ്തുക്കളാണ് എന്ന് പറയുമ്പോ, അപ്പൊ പെൺകുട്ടികളുടെ കാര്യം എടുത്തു പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോ ശേഷം വരുന്ന ആയത്ത് വൽ ബാഖിയാത്തു സാലിഹാത്തു, വിശാലമായി അതിന് തഫ്സീറിന്റെ അതുപോലെ ഹദീസിന്റെ ഗ്രന്ഥകർത്താക്കന്മാർ അതിന് മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുന്നതായി കാണാം. വൽ ബാഖിയാത്തു സാലിഹാത്ത് എന്നാൽ പരലോകം വരെ ശേഷിക്കുന്ന മക്കളാണ് പെൺമക്കൾ എന്നതാണ്. ഒരുപാട് ഹദീസുകൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖഭാവം രണ്ട് രീതിയിലേക്ക് മാറുന്നതിനെ കുറിച്ച് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഹദീസിലൂടെ മനസ്സിലാക്കി തരുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഒരിക്കൽ നബിയെ നോക്കുമ്പോൾ നബിയുടെ മുഖം ആകെ മാറുന്നു, ഒരു ഭയപ്പാട് പോലെ. കുറച്ചു സമയം കഴിഞ്ഞപ്പോ ഹബീബായ തങ്ങൾ പുഞ്ചിരിക്കുന്നുണ്ട്. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തങ്ങളുടെ ഏറ്റവും പ്രിയതമയായ ഭാര്യ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് നബി തങ്ങൾ പറയുകയാണ്,
അങ്ങനെ ആദ്യം എന്റെ മുഖഭാവം ഒരു ഭയപ്പാടിലേക്ക് മാറിയതിന്റെ കാരണം അള്ളാഹു എനിക്ക് വെളിപ്പെടുത്തി നൽകി. അള്ളാഹു എനിക്ക് വെളിപ്പെടുത്തി നരകത്തിലേക്ക് ഒരു പിതാവിനെ ആനയിച്ചു കൊണ്ടുപോകുന്നു. ആനയിച്ചു എന്ന് പറയാൻ അത്രമാത്രം നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് അങ്ങനെയല്ല പറയേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖാന്തരം വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു എന്ന് വേണം പറയാൻ. നരകത്തിലേക്ക് കൊണ്ടുപോകുന്നവരെ 70,000 ചങ്ങലയുടെ അങ്ങനെ ഒരു ചങ്ങല കൊണ്ട് മലക്കുകൾ അങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഹബീബായ തങ്ങളെ അങ്ങനെ കാണിച്ചു വെക്കുമ്പോ നബി തങ്ങൾ വല്ലാതെ ഭയപ്പാടിലായി. കുറച്ചു സമയം കഴിഞ്ഞപ്പോ സന്തോഷിക്കുന്ന അവസ്ഥ എന്തേ നബി എന്ന് ചോദിക്കുമ്പോ ഹബീബായ തങ്ങളുടെ മറുപടി നബി തങ്ങൾ പറയുകയാണ്, കുറച്ചു സമയം കഴിഞ്ഞപ്പോ അങ്ങനെ കൊണ്ടുപോയി കുറച്ചു സമയം കഴിഞ്ഞപ്പോ ആ പിതാവിന്റെ 3 പെൺമക്കൾ അദ്ദേഹത്തിന് വേണ്ടി ശുപാർശ റബ്ബിനോട് ചെയ്യുന്നു. കുന്ന യതഅല്ലഖന വസറഖന ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ പിതാവിനെ മലക്കുകളിൽ നിന്ന് രക്ഷിച്ച് ആ പിതാവിലേക്ക് ബന്ധിച്ചു നിൽക്കുന്ന 3 മക്കൾ വസറഖന അങ്ങനെ അവർ പിതാവിനെ നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് ആനയിക്കുവാനായി എന്റെ പിതാവിന് സ്വർഗം കൊടുക്കണമെന്ന് ശുപാർശ ചെയ്യുന്ന 3 മക്കൾ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ പിതാവിന് 3 പെൺമക്കൾ ഉണ്ടായിരുന്നു. ഹബീബായ തങ്ങൾ എന്നിട്ട് വിവരിക്കുകയാണ്, ഒരു പിതാവ് വളരെ തിന്മയിലായി ജീവിച്ചു, ജീവിതം മുഴുവൻ പാപങ്ങളുമായി ഇങ്ങനെ കഴിഞ്ഞുകൂടി അവസാനം നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ 3 പെൺമക്കൾ അവിടെ ഹാജരായി. എന്നിട്ട് പറഞ്ഞു, ആ 3 പെൺമക്കൾ റബ്ബിനോട് പരാതി പറഞ്ഞു, റബ്ബേ, ഞങ്ങളുടെ പിതാവ് എന്തുമായിക്കൊള്ളട്ടെ, പക്ഷെ ഞങ്ങളെ ഏറ്റവും ഉത്തമമായ രീതിയിൽ ഞങ്ങളെ വളർത്തി വലുതാക്കി, എന്നിട്ട് ഞങ്ങളെ നല്ലൊരു മനുഷ്യന്റെ നല്ലൊരു പുരുഷന്റെ കയ്യിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു, നിക്കാഹ് ചെയ്തു കൊടുത്തു, ഞങ്ങളെ സന്തോഷവതികളാക്കി മാറ്റി ഞങ്ങളുടെ പിതാവ്. അതുകൊണ്ട് ഞങ്ങളുടെ പിതാവിന് സ്വർഗം കൊടുക്കണേ എന്ന് ആ 3 പെൺമക്കൾ തേടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ സ്വർഗം കൊടുക്കുന്നതായി ഹബീബായ തങ്ങൾക്ക് കാണിച്ചു കൊടുക്കുമ്പോഴാണ് രണ്ടാമത് നബി തങ്ങളുടെ മുഖഭാവം പുഞ്ചിരിയിലേക്ക് മാറുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മക്കളെ നല്ലതുപോലെ നോക്കുന്നത് പരലോക ജീവിതത്തിൽ ഏറ്റവും ഖൈറായ ഒന്നാണ്. മക്കളെ കുറിച്ചുള്ള അവരെ കുറിച്ചുള്ള വേവലാതികൾ, അവരെ കുറിച്ചുള്ള ചിന്തകൾ, ഇതെല്ലാം ഒരു ഇബാദത്താണ്. നമ്മുടെ മക്കളെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തുക, അവരെ നല്ലതുപോലെ സ്നേഹിക്കുക, നമുക്ക് നൽകിയിരിക്കുന്ന പുഷ്പങ്ങളാണവർ. വിശുദ്ധമായ ഖുർആനിൽ പലയിടങ്ങളിലും കാണാം, ചിലപ്പോ ചെറുപ്പത്തിൽ തന്നെ മക്കൾ നഷ്ടപ്പെട്ടു പോയവരുണ്ടാകാം. ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങള് പിറന്ന് വീഴുമ്പോൾ തന്നെ ഒന്നെങ്കിൽ മരണപ്പെടുക, അല്ലെങ്കിൽ വയറ്റിനുള്ളിൽ കടന്ന് ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ കടന്ന് മരണപ്പെടുക. അങ്ങനെയുള്ള ചില വ്യക്തികൾ നമുക്കൊക്കെ പരിചയമുള്ളവരുണ്ട്. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടിയിലൂടെ സ്വർഗം നൽകുന്നതാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഏറ്റവും നല്ല ഉദാഹരണമായി ഹബീബായ തങ്ങളെ തന്നെ എടുക്കാം. തങ്ങളുടെ പുന്നാര മോൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, ആ കുഞ്ഞുമോൻ മരണപ്പെട്ടു പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ ദുഃഖിതനായി. നബി തങ്ങൾ എന്നിട്ട് പറഞ്ഞു, യാ ഇബ്രാഹിം, ഇന്നാ ലിഫിറാഖിക ലമഹ്സൂനൂൻ, നിന്റെ വേർപാടിൽ ഞങ്ങൾ എല്ലാവരും ദുഃഖിതരാണ്. ഹബീബായ തങ്ങൾ വല്ലാതെ കരഞ്ഞ ഒരു സന്ദർഭമാണ് തന്റെ പൊന്നുമോൻ ഇബ്രാഹിം മരണപ്പെടുന്നത്. നബി തങ്ങളുടെ മക്കളെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾ ജീവിച്ചിരിക്കുമ്പോ അവരുടെ റൂഹിനെ പിടിക്കുകയുണ്ടായി. അതിലെല്ലാം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷമ അവലംബിക്കുകയാണ്. അഖ്റഅ ബിൻ ഹാരിസ് എന്ന് പറയുന്ന ഒരു സഹാബി, ഒരിക്കൽ അദ്ദേഹത്തിന് കുറെ മക്കളുണ്ട്. അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് നബി തങ്ങൾ ഒരു കുട്ടിക്ക് ഉമ്മ കൊടുക്കുമ്പോ അദ്ദേഹം ചോദിച്ചു, നബി തങ്ങളെ അങ്ങ് ഉമ്മ കൊടുക്കുകയോ? അഖ്റഅ ബിൻ ഹാരിസിനോട്, ഞാനിതുവരെ കൊടുത്തിട്ടില്ല നബി എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം അങ്ങനെ ചോദിച്ചപ്പോ
അദ്ദേഹത്തോട് ഹബീബായ തങ്ങൾ മറുപടി നൽകി, നിന്റെ മനസ്സിലെ കാരുണ്യം ഇല്ലാതായോ അക്ബറ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കുട്ടികളെ അവര് ചേർത്ത് പിടിക്കുക. ഒരിക്കല് തങ്ങള് നിസ്കാരത്തെ ഇങ്ങനെ നീട്ടുവാൻ, നിസ്കാരത്തെ ദീർഘിപ്പിക്കുവാൻ ഉദ്ദേശിച്ചപ്പോ, അങ്ങനെ ഉദ്ദേശിച്ച് തങ്ങൾ നിസ്കരിക്കുമ്പോ ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുകയാണ്. നിസ്കാരത്തെ നീട്ടാൻ തങ്ങൾ ഉദ്ദേശിക്കുമ്പോ, തങ്ങള് കുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോ തങ്ങൾ ആ നിസ്കാരത്തെ പോലും ചുരുക്കി. കാരണം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ കുട്ടികളുടെ കരച്ചിൽ കേട്ടപ്പോ അവരുടെ ഉമ്മമാരെ കുറിച്ചുള്ള ചിന്ത വരികയാണ്. ഒരുപാട് സംഭവങ്ങൾ. ഹബീബായ തങ്ങൾ ഒരിക്കൽ നിസ്കാരത്തിൽ സുജൂദിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സുജൂദിലേക്ക് നബി തങ്ങൾ പോയി. സുജൂദ് ദീർഘമാവുകയാണ്. അപ്പൊ നബി തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? കുല്ലു ദാലിക ലം യകുൻ. ഹബീബായ തങ്ങൾ ആ സംഭവത്തെ പറ്റി വിവരിക്കുമ്പോൾ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന വരികളാണ്. നബി തങ്ങള് നിസ്കാരത്തിൽ സുജൂദിലേക്ക് പോയി. അങ്ങനെ ആ സുജൂദ് അങ്ങനെ ദീർഘമാകുമ്പോൾ ഒരു സഹാബി മെല്ലെ തന്റെ തല ഉയർത്തി നോക്കുകയാണ്. കാരണം ദീർഘമായ നിസ്കാരം, ആ സുജൂദ് ദീർഘമായി പോകുന്നു. നബി തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഹദസ അംറുൻ, എന്തെങ്കിലും ഒരു പുതിയ കാര്യം സംഭവിച്ചോ? അതായത് അവരെ പുതിയ കാര്യം, അങ്ങനെ ഒരു അറബികളുടെ ഒരു പ്രയോഗമാണ് ഹദസ അംറുൻ. അങ്ങനെ ഒരു പുതിയ കാര്യം സംഭവിച്ചു എന്നതിന്റെ അർത്ഥം എന്നത് നബി തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു. അത്രയും ദീർഘമായ നിസ്കാരം. അങ്ങനെ നോക്കുമ്പോ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികൾ നബി തങ്ങളുടെ മുതുകിലിരിക്കുകയാണ്. നബി തങ്ങൾ എന്നിട്ട് നിസ്കാരം കഴിഞ്ഞു വന്നപ്പോ സഹാബത്ത് ചോദിച്ചു, എന്തേ നബി അത്രയും ദീർഘിപ്പിച്ചത് സുജൂദ്? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇനി അങ്ങക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയോ എന്ന് പോലും ഞങ്ങൾ ഭയപ്പെട്ടു. നബി തങ്ങൾ പറഞ്ഞു, കുല്ലു ദാലിക ലം യകുൻ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. വലാകിൻ ഇബ്നി ഇർതഹലനി, എന്റെ പൊന്നുമോൻ എന്നെ കൊണ്ടവൻ വാഹനം കയറുകയായിരുന്നു. എന്നെ ഒരു വാഹനം പോലെ അവൻ കരുതിയിട്ട് എന്റെ മുതുകിലേക്ക് അവൻ കയറിയിരുന്നു. അങ്ങനെ ഇരുന്ന് കളിക്കുമ്പോ അവന്റെ പണിയെ അതിനെ നിരുത്സാഹപ്പെടുത്തണ്ടല്ലോ എന്നോർത്ത് ഞാൻ എന്റെ സുജൂദിനെ ദീർഘിപ്പിച്ചതാണെന്ന് കാരുണ്യത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റൈഹാനത്തിഹി എന്നാണ് നബിതങ്ങളുടെ പുന്നാര മകള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ രണ്ട് മക്കളെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ഇവർ രണ്ടുപേരെയും വിശേഷിപ്പിച്ചിരുന്നത്. റൈഹാനത്തിഹി, നബിതങ്ങളുടെ പുഷ്പങ്ങൾ. അതുപോലെ പുഷ്പങ്ങളായി മാറണം. മറ്റൊരു കുട്ടിയെ കാണുമ്പോൾ എന്റെ മകനല്ലല്ലോ എന്നോർത്ത് അവരെ ആട്ടി ഓടിക്കാൻ പാടില്ല. നബിതങ്ങളാണ് കുട്ടികളെ ചേർത്ത് പിടിച്ചത് ഹബീബിൽ നിന്ന് തന്നെ. ഇനി ചെറിയ ജന്തുജാലങ്ങളിൽ നിന്നുള്ള വർഗങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ് നിലപാട്. ഹബീബായ തങ്ങളും മക്കം ഫത്ഹിന് വേണ്ടി മക്കയിലേക്ക് വരികയാണ്. കീഴടക്കൽ കഴിഞ്ഞു. അങ്ങനെ മദീനയിൽ നിന്ന് സംഘമായി മക്കയിലേക്ക് വരുന്ന സന്ദർഭം. ആ സന്ദർഭത്തിൽ ഒരമ്മ നായ അതിങ്ങനെ വിളറി കൂട്ടിങ്ങനെ ഓടുകയാണ് കിടന്ന്. നബി തങ്ങൾ നോക്കുമ്പോൾ അതിന്റെ ചുറ്റും അതിന്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നിൽപ്പുണ്ട്. കുതിരയിലും ഒട്ടകത്തിനുമായി വരുമ്പോ ഇനി കുതിരയുടെ കുളമ്പടി എന്റെ കുഞ്ഞുങ്ങളെ കൊന്നുകളയുമോ എന്നോർത്ത് ആ അമ്മ നായ അങ്ങനെ വെപ്രാളപ്പെടുമ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞു, ഒന്ന് നിൽക്കുക, വഴി മാറിപ്പോയി എന്നും ഹദീസിൽ കാണാം. അങ്ങനെ എല്ലാ ജീവജാലങ്ങളോടും അതിന്റെ കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കാൻ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു. ഈ ശിശുദിനത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് മക്കൾക്ക് ദോഷമാകുന്ന ഒന്നും, എന്നാൽ ജീവിതത്തിൽ മക്കൾ വളർന്നു വരുമ്പോ അവരെ പറ്റി വേവലാതിപ്പെടുകയും അവരെ ഓരോ നിമിഷവും അവരുടെ മേൽ കണ്ണു ചെലുത്തി അവരെ മോശമായ വഴിക്ക് വിടരുത് എന്നുള്ള നിയത്തിലായിരിക്കണം നിങ്ങൾ അവരെ വളർത്തിയെടുക്കേണ്ടത്. ഇന്നലെ നടക്കിൽ താമസിക്കുന്ന ഒരു സഹോദരനുമായി സംസാരിച്ചപ്പോ അദ്ദേഹം പറയുകയാണ്, ഒരുപാട് വിഷമത്തിലാണ് പറയുന്നത്, എന്റെ മകന് ഞാൻ ജോലിക്ക് വരുന്നതിന് മുമ്പ് ഒരു 8:30 സമയത്ത് ഫോൺ കളിക്കാൻ കൊടുക്കും. ഫോൺ ഗെയിം കളിക്കും. സാധാരണ അങ്ങനെയാണ്.
പക്ഷെ ഈ അടുത്ത് എൻ്റെ കയ്യിൽ, എൻ്റെ അക്കൗണ്ടിൽ ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഞാൻ ഈ അടുത്ത് പരിശോധിക്കുമ്പോൾ 30,000-ഓളം രൂപ കാണുന്നില്ല. ഞാനിങ്ങനെ പരിശോധിച്ചു, ഇത് എവിടെ പോയി? ഒരാൾക്ക് അയക്കാൻ നേരത്താണ് ഞാൻ നോക്കുന്നത്. അങ്ങനെ ഇത് ഏത് സമയത്താണ് ഈ ട്രാൻസാക്ഷൻ നടന്നതെന്ന് അദ്ദേഹം നോക്കുമ്പോൾ 8-8:30 ഇടയ്ക്കാണ് നടക്കുന്നത്. വിശദമായി ബാങ്കിൽ കൊണ്ടുപോയി അദ്ദേഹം പരിശോധിക്കുമ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ഗെയിം ആ മോൻ ഡൗൺലോഡ് ചെയ്യുകയാണ്. എന്നിട്ട് അത് കളിക്കുമ്പോൾ അത് പേയ്മെന്റ് ഉള്ള ആപ്പ് ആയതുകൊണ്ട് അത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ നിമിഷവും 400-ഉം 1000-ഉം രൂപയൊക്കെ ആ ഗെയിമിന്റെ ആപ്പുകാരിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. 30,000-ഓളം രൂപയാണ് പോയത്. നമ്മുടെ മക്കളെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. എങ്ങനെ പോകുന്നു എന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. ആണിനെയും പെണ്ണിനെയും സൂക്ഷിക്കണം. ആരെങ്കിലും വന്ന് പരാതി പറഞ്ഞാൽ ആ പരാതി കൃത്യമാണോ അവരെ തള്ളി പറയാതെ, ഒരാൾ നമ്മുടെ വീട്ടിലെ രക്ഷകർത്താക്കളോട് വന്ന് എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി സൂചന നൽകിയാൽ അത് കൃത്യമാണോ, അത് കാര്യമാണോ എന്ന് അന്വേഷിക്കണം. അവരും ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. നമ്മുടെ മക്കളിൽ നിന്ന് അങ്ങനെ ഒരു അപാകത വന്നാൽ അവരെ തിരുത്താൻ ശ്രമിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളോട് എപ്പോഴും കരുണ കാണിക്കുക. കാലഘട്ടം നമുക്കറിയാം. നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിച്ച ഗസാ മുനമ്പിലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ആ കുട്ടികളെ എന്തിനേറെ പറയുന്നു, ഒരല്പം പോലും ഈ ദുനിയാവിൽ ജീവിക്കാൻ പോലും ഇടവരുത്താതെ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഏറ്റവും മോശമായ ഒരു മനുഷ്യന്റെ നീചവൃത്തികളെ കുറിച്ച് ലോകം കണ്ടവരാണ്. ഏറ്റവും ചുരുങ്ങിയ സമയത്ത് കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നു. നമ്മുടെയൊക്കെ നാടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ വേണ്ടി താരാട്ട് പാട്ടുകൾ പാടിക്കൊടുക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് മാതാവിന്റെ ചൂട് പറ്റി അല്ലെങ്കിൽ പിതാവിന്റെ ചൂട് പറ്റി അവരെ ഉറക്കാനായി താരാട്ട് പാട്ട് പാടിക്കൊടുക്കുമ്പോ ഗസയിലെ കുഞ്ഞുങ്ങൾ, ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കൽബുകൾ ആ നടന്ന യുദ്ധത്തിലേക്കൊന്ന് കൊണ്ടുപോകണം. കൂടെ കിടന്ന് ഉറങ്ങുന്ന കുഞ്ഞുങ്ങൾ, പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ, അടുത്ത നിമിഷം അവര് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങളുടെ മക്കളെ സങ്കല്പിക്കുക. നിങ്ങളുടെ കൂടെ ഇശാ കഴിഞ്ഞ് കിടന്നുറങ്ങി സുബഹി കാണുമ്പോ നിങ്ങൾ എഴുന്നേൽക്കുന്നു, നിങ്ങളുടെ മക്കൾ എഴുന്നേറ്റില്ല എങ്കിൽ നിങ്ങളുടെ വെപ്രാളവും പരവേശവും എത്രമാത്രമായിരിക്കും. അതുപോലെ അവിടുത്തെ കുട്ടികൾ താരാട്ടുപാട്ട് പാടിക്കൊടുത്ത് അങ്ങനെ നമ്മുടെയൊക്കെ ഉമ്മമാർ കുട്ടികളെ ഉറക്കുമ്പോ ഗസയിലെ കുഞ്ഞുങ്ങൾ താരാട്ടുപാട്ട് പാടിക്കൊടുക്കാതെ ചെവി പൊത്തിപ്പിടിക്കുകയാണ്. കാരണം മിസൈലിന്റെ ശബ്ദവും വെടിയൊച്ചകളുടെ ശബ്ദവും അവരുടെ നാദങ്ങളിലേക്ക് കയറാതിരിക്കാൻ. പല കുഞ്ഞുങ്ങളുടെയും, പല സ്ത്രീകള് ഗർഭപാത്രം പോലും പൊട്ടിത്തെറിച്ച് ആ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങള് അവരുടെ ശരീരം ചിന്നിച്ചിതറി കിടക്കുന്ന കാഴ്ചയെല്ലാം നാം കണ്ടതാണ്. ഒരു പിതാവ് നിന്ന് വലിയൊരു ചുറ്റികയെടുത്ത് അടിക്കുന്നു. ഒരു വാർക്ക വലിയൊരു സ്ലാബിന്റെ മുകളിൽ നിന്ന് അടിക്കുകയാണ്. മാധ്യമ പ്രവർത്തകൻ വന്ന് ചോദിച്ചു, എന്താ ഇവിടെയും ഇങ്ങനെ അടിക്കുന്നത്? എന്റെ 4 പെൺമക്കൾ ഇതിന്റെ അടിയിലാണെന്ന് ആ പിതാവ് പറയുകയാണ്. ലോകസാക്ഷിയായവരല്ലേ. 4 പെൺമക്കളെ നമ്മൾ എന്ത് മേടിച്ചു കൊടുക്കാൻ പറ്റുമോ അതിനെല്ലാം മേടിച്ചു കൊടുക്കാനായി ഓടുകയാണ്. അപ്പോൾ ഒരു നാട്ടില് എൻ്റെ പെൺമക്കളെ ഇതുവരെ എനിക്ക് എടുക്കാൻ സാധിച്ചില്ല, ഒരുമിച്ച് കിടന്നുറങ്ങിയതാണ്. ഏതോ ഒരു സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. എൻ്റെ പെൺമക്കൾ 4 പേരും ഇതിന്റെ അടിയിൽ കിടക്കുകയാണ്. എത്രയേറെ 10 വയസ്സിൽ താഴെ വരുന്ന മക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഏറ്റവും മോശമായ ഒരു മരണം കൊണ്ട് അവരെ ശിക്ഷിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്ന വിധം അങ്ങനെ ദുആ ചെയ്യണമെന്ന് പോലും പ്രേരിപ്പിക്കുകയാണ് നമ്മുടെ മനസ്സ്. കാരണം കുഞ്ഞുങ്ങളോട് കരുണയില്ലാത്തവർ അത്ര നീചന്മാരാണ് എന്ന് നാം വിലയിരുത്തണം. എന്ത് ചെയ്തു അങ്ങനെ ആ കുട്ടികൾ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, യുദ്ധത്തിന്റെ സമയത്ത് സഹാബത്തിന് ഉത്ബോധനം കൊടുക്കുമ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്ത്രീകളെയും കുട്ടികളെയും ഒരാളും ഒന്നും ചെയ്യരുത്. അങ്ങനെ ഒരു യുദ്ധത്തിൽ അങ്ങനെ ചെയ്തപ്പോ ഹബീബായ തങ്ങൾ അവരെ വിളിച്ച്
വല്ലാതെ അവരോട് കേർക്കുന്നുണ്ട്, അവരോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട്. ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട സ്ത്രീയുടെ അടുക്കലൂടെ ബിലാൽ ബിൻ റബാഹ് എന്ന് പറയുന്ന പ്രമുഖനായ സഹാബി നടന്നു പോകുമ്പോ, എന്റെ ബിലാലെ, ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട സ്ത്രീകളുടെ അടുക്കലൂടെ നടന്നു വരാൻ മാത്രം നിന്റെ കരുണ അത്രമാത്രം ഇല്ലാതായി പോയോ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലസ്തീനിലെ ആളുകൾ നമ്മളിപ്പോ വിഷമിക്കുമ്പോ അവർക്ക് ആ വിഷമമല്ല, അവര് നാളെ പരലോകത്തിലെ കാര്യമോർത്ത് സന്തോഷിക്കുകയാണ്. ഞാനിപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ഒരു ചുറ്റിക എടുത്ത് സ്ലാബ് അടിച്ചു പൊട്ടിക്കാനായി 4 പെൺമക്കൾ എടുക്കുവാനായി ശ്രമിക്കുന്ന പിതാവ് അപ്പോഴും പറയുന്നത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, റബ്ബിൽ നിന്നുള്ളവരല്ല നമ്മൾ, റബ്ബിലേക്ക് തന്നെയാണ് മടക്കം. എന്നിട്ട് ആ പിതാവിന്റെ വായിൽ നിന്ന് വരുന്നത് ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ് എന്ന വാക്ക് മാത്രമാണ്. ഹബീബായ തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നു. ആ അടിമയുടെ കുട്ടിയെ അങ്ങനെ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക്, അള്ളാഹുവിലേക്ക് ആ കുട്ടിയുടെ റൂഹിനെ പിടിക്കാൻ മലക്കുകളെ നിയോഗിക്കുകയാണ്. ചെറുപ്പത്തിൽ കുട്ടികൾ നഷ്ടപ്പെട്ടു പോയവരുണ്ടെങ്കിൽ ഈ ഹദീസ് നല്ലവണ്ണം ഒന്ന് ശ്രമിക്കണം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കുട്ടികളുടെ റൂഹിനെ എടുക്കാനായി മലക്കുകളെ നിയോഗിക്കുമ്പോൾ ആ മലക്കുകള് ആ കുട്ടികളുടെ റൂഹിനെ പിടിച്ചുകൊണ്ടുവരികയാണ്. ഇദാ മാത വലദുൽ അബ്ദി, അങ്ങനെ ഒരു കുട്ടി മരിച്ചാൽ അള്ളാഹു മലക്കുകളോട് ചോദിക്കും, ഖാലല്ലാഹു ലി മലായികതിഹി ഫഖബൽതും വലദ അബ്ദി, എന്റെ ഇന്ന അടിമയുടെ കുട്ടിയെ, ആ കുട്ടിയുടെ റൂഹിനെ നീ പിടിച്ചോ എന്ന് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോ ഫയഖൂലൂന, അവർ പറയും, നഅം, അതെ അല്ലാഹ്, ഞങ്ങൾ പിടിച്ചു. ഫഖബൽതും സമറത ഫുആദി, ഹബീബായ തങ്ങളുടെ വാക്ക് ശ്രദ്ധിക്കണം. രണ്ടാമതായി വീണ്ടും അല്ലാഹു ചോദിക്കുകയാണ്, ഫഖബൽതും, ഖുദ്സിയായ ഹദീസാണ്, നബി തങ്ങൾ പഠിപ്പിക്കുന്നു. വീണ്ടും അല്ലാഹു ചോദിക്കും. ആദ്യം ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ഖബൽതു വലദ അബ്ദി, എന്റെ ഇന്ന അടിമയുടെ കുഞ്ഞിനെ നിങ്ങൾ റൂഹ് പിടിച്ചോ? അപ്പൊ അവര് നഅം എന്ന് മറുപടി പറയുമ്പോൾ വീണ്ടും അതേ ചോദ്യം ഒന്നുകൂടി അല്ലാഹു ചോദിക്കും, ഫഖബൽതും സമറത ഫുആദി, എന്റെ ഇന്ന അടിമയുടെ ഹൃദയത്തിന്റെ ഫലത്തെ, ആ കായ നിങ്ങൾ പിടിച്ചുകൊണ്ട് വന്നോ? ഫയഖൂലൂന, അവർ വീണ്ടും പറയും, നഅം, അതെ അല്ലാഹ്, ഞങ്ങൾ പിടിച്ചു. അപ്പൊ അവരുടെ നിലപാട് എന്തായിരുന്നു? അവര് നിന്നെ സ്തുതിച്ചു റബ്ബേ, ഹബീദക്, നിന്നെ സ്തുതിച്ചു റബ്ബേ, ഫസ്തർജഅ, നിന്നിലേക്ക് വരുന്നവരാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു റബ്ബേ. അപ്പൊ അവരോട് അല്ലാഹു പറയും, ഇബ്നു ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന, എന്റെ ഇന്ന അടിമയ്ക്ക്, ആ ക്ഷമിച്ച എന്നെ സ്തുതിച്ച സ്വന്തം മകനെ അല്ലെങ്കിൽ മകളെ റൂഹ് പിടിച്ചപ്പോ അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ അടിമയ്ക്ക് പണിയുക. എവിടെ പണിയണം? ബൈതൻ, ഒരു വീടിനെ, ഫിൽ ജന്നത്തി, സ്വർഗത്തിൽ പണിയണം. എന്നിട്ട് ആ സ്വർഗത്തിൽ പണിത വീടിന് നിങ്ങൾ പേര് കൊടുക്കണം, ഫയുസമ്മ ബൈത്തൽ ഹംദ്, ആ വീടിന് പേര് കൊടുക്കേണ്ടത് ഹംദിന്റെ ഭവനം എന്നാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ മക്കളെ നഷ്ടപ്പെട്ടവർക്ക് നമ്മൾ സാധാരണ വലിയ ആളുകളുടെ മയ്യിത്ത് നിസ്കാരത്തിന് കൂടുമ്പോ അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹംഹു അങ്ങനെയാണ് ദുആ ചെയ്യുന്നത്, റബ്ബേ നീ അവർക്ക് പുറത്തു കൊടുക്കണേ. പക്ഷേ കുട്ടികളുടെ വ്യത്യാസമുണ്ട്, കുട്ടികളുടെ വ്യത്യാസമുണ്ട്. അല്ലാഹുമ്മ ജഅൽഹു ലനാ ഫറതൻ വജഅൽഹു ലനാ അജ്റൻ വദുഖറ, അതിന്റെ അർത്ഥം വരുന്നത്, റബ്ബേ ഈ മരണപ്പെട്ട ഈ കുട്ടിയെ ഞങ്ങൾക്കെല്ലാം ഒരു ശുപാർശകരായി മാറ്റണേ. മാത്രമല്ല ഈ കുട്ടി ശുപാർശകനായി സ്വീകരിക്കപ്പെടുന്നവനുമാണ് നിന്റെ അടുക്കൽ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവര് ഈ വിഭാഗത്തിൽ നിന്ന് കുട്ടികളാണല്ലോ. ആ കുട്ടികളുടെ, ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോകുന്ന കുട്ടികളുടെ ശുപാർശ അല്ലാഹു ഒരിക്കലും തള്ളിക്കളയില്ല. അതുകൊണ്ട് അങ്ങനെ മരണപ്പെട്ടു പോയ കുട്ടികളുടെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കിക്കോ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ നൽകുന്നത് ബൈത്തുൽ ഹംദാണ്. ഏറ്റവും കൂടുതൽ അങ്ങനെയാകുമ്പോ ഒന്ന് കണക്ക് കൂട്ടിയാൽ മതി, അങ്ങനെ നൽകുന്നത് ഗസയിലെ മാതാപിതാക്കൾക്കായിരിക്കാം. കാരണം അവിടെ നിന്നാണ് കൂടുതൽ കുട്ടികൾ മരണപ്പെടുന്നത്. അങ്ങനെ മരണപ്പെടുന്ന കുട്ടികളുടെ അവസ്ഥയെ കുറിച്ച് വിശുദ്ധമായി ഖുർആൻ പറയുന്നു, വയതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഉലുഅൻ മൻസൂറാ. സ്വർഗ്ഗത്തിലെ
പ്രവേശിക്കുന്ന ആളുകൾക്ക് കോപ്പയില് കുടിക്കുവാനായി അവർക്ക് നൽകുന്ന അങ്ങനെ വിതറിയ മുത്തുകളെ പോലെ അങ്ങനെ മരണപ്പെട്ടു പോയ കുട്ടികളെ സ്വർഗത്തില് പാനീയങ്ങൾ കുടിപ്പിക്കുവാനായി സ്വർഗത്തിൽ വരുന്ന ആളുകൾക്ക് പാനീയങ്ങൾ കുടിപ്പിക്കുവാനായി അവരെ അങ്ങനെ നിയോഗിച്ചിരിക്കുകയാണ്. സ്വർഗ നിവാസികൾ എന്ന് കാണുമ്പോ ഇതെന്താ വിതറിയ മുത്തുകളാണോ എന്ന് തോന്നിപ്പോകുന്ന വിധം അങ്ങനെ മരണപ്പെട്ടു പോയ കുട്ടികൾ സ്വർഗത്തിലൂടെ പാറി നടക്കുമെന്ന് ഏതുപോലെ എന്ന് ഹബീബായ തങ്ങൾ വിശദീകരിക്കുകയാണ്. സ്വർഗത്തിലെ പക്ഷികളുണ്ട്, അതുപോലെ അങ്ങനെ മരണപ്പെട്ട കുട്ടികളെ അള്ളാഹു അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സംരക്ഷണത്തിൽ അങ്ങനെ സ്വർഗത്തിലേക്ക് ആടിപ്പാടി നടക്കുവാൻ ഉല്ലസിക്കുവാനായി അവർക്ക് സ്വർഗലോകം അള്ളാഹു കൊടുക്കുകയാണ്. ഈ ആയത്ത് ഓതുമ്പോ ഈ കുട്ടികളുടെ ഇങ്ങനെ സ്വർഗത്തിൽ പോകുന്ന കുട്ടികളെ പറ്റി അള്ളാഹിന്റെ റസൂൽ വിശദീകരിക്കുമ്പോ വളരെ സൗന്ദര്യമുള്ളവരാണ് എന്ന് തങ്ങൾ പറഞ്ഞു. ഈ ആയത്തോതി സഹാബത്തിന് പറഞ്ഞു കൊടുക്കുമ്പോ ഒരു നീഗ്രമായ ഒരു അടിമയായ കറുത്ത വംശജനായ ഒരു സഹാബി അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ രംഗം ഒന്ന് മനസ്സിൽ കൊണ്ടുവരണം. ഇങ്ങനെ സ്വർഗത്തിൽ പോകുന്ന കുട്ടികൾ വളരെ സുന്ദരന്മാരായിരിക്കും, സ്വർഗത്തിൽ വരുന്ന കുട്ടികൾ ഇങ്ങനെ സുന്ദരന്മാരായിരിക്കും എന്ന് പറയുമ്പോൾ ആ സഹാബി വന്നിട്ട് പറയുന്നു, ഞങ്ങളുടെ മക്കൾ മരണപ്പെട്ടു പോകുമ്പോ കറുത്ത വംശജനായ മനുഷ്യൻ എന്ന് പറയുകയാണ്, ഞങ്ങളുടെ മക്കൾ മരണപ്പെട്ടു പോകുമ്പോ ഞങ്ങൾക്ക് കറുപ്പായിരിക്കില്ല നബിയെ, ഞങ്ങളുടെ സൗന്ദര്യം വെളുപ്പാകുമോ? അപ്പൊ വീണ്ടും ഹബീബായ തങ്ങളായ തോന്നി എല്ലാവർക്കും സ്വർഗത്തിലേക്ക് വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോ നീ ഇങ്ങനെ ചോദിച്ചപ്പോ അല്ലാഹു തന്നെ നിനക്ക് മറുപടി നൽകി കാണും. സഹാബത്തിനോട് പറയുകയാണ്, ഈ മനുഷ്യൻ ചോദിച്ചത് ഇങ്ങനെയാണ്, ആ സഹാബി ചോദിക്കുന്നത് ഇങ്ങനെയാണ്, വേവലാതിയാണ്. സ്വർഗത്തിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും സൗന്ദര്യം ലഭിക്കും, ഈ കറുത്ത വംശജരായ ഞങ്ങൾക്ക് കാണുമോ നബി എന്ന് ചോദിക്കുമ്പോ വീണ്ടും ആയത്ത് ആ സൂറത്ത് മുഴുവനായി ഓതി കേൾപ്പിച്ചു എന്ന ഹദീസിൽ കാണാം. അങ്ങനെ കുട്ടികൾക്ക് സൗന്ദര്യം നൽകപ്പെടും, നിങ്ങൾക്കും നൽകപ്പെടുമെന്ന് വന്ന് നബി തങ്ങളുടെ മടിയിൽ തലവെച്ച് പൊട്ടിക്കരഞ്ഞ സഹാബിക്ക് കാരുണ്യത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പൊന്നുമക്കളെ ജീവിതത്തിൽ അള്ളാഹു നൽകിയിരിക്കുന്ന പുഷ്പങ്ങളാണ്, അവരെ ചേർത്ത് പിടിക്കുക. അവർക്ക് സ്നേഹം കൊടുക്കുമ്പോ തിരിച്ച് സ്നേഹം നൽകും. അവരുടെ മുന്നിൽ വെച്ച് ഒരിക്കലും ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം പകരുന്ന രീതിയിൽ ദേഷ്യം പകരുന്ന ഒരു വർത്തമാനം പോലും പറയരുത്. അതൊക്കെയാണ് വലുതാകുമ്പോൾ വലിയ പ്രശ്നങ്ങൾക്ക് ഇടവരുന്നത്, നമ്മുടെ മക്കൾ പിഴച്ചു പോകാൻ വരെ കാരണമാകുന്നത്. അള്ളാഹു നമ്മുടെ മക്കളിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്കെല്ലാം അള്ളാഹു നല്ല സാലിഹീങ്ങളും സാലിഹത്തുകളുമായ ആൺ പെൺമക്കളെ കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് നൽകിയ മക്കളെ അള്ളാഹു സ്വർഗത്തിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഹാഫിളീങ്ങളും ആലിമീങ്ങളുമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ.